ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ, ഇന്ന് ഞാൻ വീണ്ടും ഒരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് മക്കളുടെ ഇന്നത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇന്ന് ഹസ്ബൻഡിൻ്റെ പിറന്നാളാണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ അതാണ് വലിയൊരു ആശ്വാസം. ആർക്കും പോവേണ്ട എന്നുള്ളത് തന്നെയാണ് ആശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൊണ്ടുപോകുന്നത് പോലെയല്ലല്ലോ. നമുക്ക് ഇലയിൽ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ വേറൊരു സ്പെഷ്യൽ അല്ലേ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ആശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ കറികളൊക്കെ കുറച്ച് കൂടുതലുണ്ടാക്കി, എന്നും ഉണ്ടാക്കുന്നതിലും കൂടുതലായി. അപ്പോൾ രാവിലെ ആയിട്ടോ. രാവിലെ കുറച്ച് പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഞാനും ഹസ്ബൻഡും കൂടി അമ്പലത്തിലൊന്ന് പോയിട്ട് വരാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്, അവിടേക്ക് പോവുകയാണ്. ഞങ്ങൾ പോയിട്ട് വരാം. രാവിലത്തെ ചായ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം എന്താ പറയുക, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വന്നിട്ട് വെക്കണം. കുറേ പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ പിറന്നാൾ ദിവസം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകൽ ഒരു പതിവാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഇവിടെ ബാംഗ്ലൂരിന് കുറച്ച് അങ്ങോട്ട് ഒരു അരമണിക്കൂർ നടക്കാൻ, അരമണിക്കൂർ ദൂരം. വണ്ടിയിലാണെങ്കിൽ 5-10 മിനിറ്റൊക്കെ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ആനപ്പാളയം അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ വഴിപാടെല്ലാം കഴിച്ച്, എന്താ പറയുക, എള്ളുതിരി, നീരാഞ്ജനം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തൊഴുതെല്ലാം പോന്നു. അപ്പോൾ അതാണ് ഹസ്ബൻഡ് ഇവിടെ നീരാഞ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ഇത് തേങ്ങയിൽ എള്ളുതിരി ആക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാം ചെയ്ത് ഞങ്ങൾ വഴിപാടെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഏതായാലും പോയതല്ലേ, അപ്പം എന്നാൽ ഇതും കൂടി അങ്ങ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊഴുതെല്ലാം എന്താ പറയുക, നീരാഞ്ജനം അതെല്ലാം കഴിച്ച് തൊഴുതെല്ലാം തിരിച്ചു പോന്നു. ഇവിടെ ഉള്ളിലൊന്നും അങ്ങനെ കാണിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഇത് പുറത്താണ് കേട്ടോ. ഇവിടെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പുറംഭാഗമാണ്. നമുക്ക് മലയാളികളുടെ ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ദൂരെ ഒക്കെ നിൽക്കുമ്പോൾ നമുക്കത് വലിയൊരു കാര്യമാണ്. ഇത് പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു ശിവക്ഷേത്രത്തിലും കൂടി പോയതാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 അമ്പലത്തിലെല്ലാം പോയി തിരിച്ചു വന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു സമാധാനമാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം. മറ്റത് നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൊടുത്തയക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, അമ്പലത്തിലെല്ലാം തൊഴുതിട്ട്. അപ്പം ഞങ്ങൾ അമ്പലത്തിലെല്ലാം പോയി വന്നു. ഇഡ്ഡലിക്കുള്ള സാമ്പാറൊക്കെ റെഡിയാക്കിയിട്ട്, ചട്ടണിയൊക്കെ റെഡിയാക്കിയിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചട്ടണിയെല്ലാം റെഡിയാക്കിയിരുന്നു. അപ്പോൾ ഇനി മക്കളൊന്നും അമ്പലത്തേക്കൊന്നും പോകുന്നില്ലല്ലോ, അവരൊക്കെ എണീറ്റ് കുളിച്ച് ഒക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ പിറന്നാളുകാരനെ ഞാനിങ്ങനെ ഊട്ടുന്നതാണ് കാണുന്നത് കേട്ടോ. 1 മതി 2 മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതൽ വിളമ്പുന്നതാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. സാധാരണയായി അത് ഒരു പാരമ്പര്യമായി കിട്ടിയതാണെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം എൻ്റെ അമ്മയൊക്കെ ഇതുപോലെ തന്നെ പിറന്നാൾ ദിവസം എന്താണെങ്കിലും അന്ന് നേരത്തെ കുളിച്ച്, അല്ലെങ്കിൽ കുറച്ച് വൈകി കുളിക്കുന്ന ആൾ നേരത്തെ കുളിച്ച് പിന്നെ നല്ലപോലെ സദ്യയും എല്ലാം ഉണ്ടാക്കി, മക്കളാണെങ്കിലും ഞങ്ങളെയൊക്കെ ഊട്ടിയിട്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് കേട്ടോ. അതേ പാരമ്പര്യം തന്നെ തുടർന്ന് പോരുകയാണ് ഞങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്കൊരു മിസ്സിങ് തന്നെയാണ് കേട്ടോ ഇപ്പോഴും. പെൺകുട്ടികളാവുമ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്കതൊക്കെ ഭയങ്കര മിസ്സിങ്ങാണ്. സ്വന്തം അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം അമ്മ ഇങ്ങനെ ഊട്ടുന്നതൊക്കെ ഒരു വലിയ എന്താ പറയുക, നൊസ്റ്റാൾജിയ തന്നെയാണ്. നമുക്ക് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നമുക്ക് കിട്ടില്ലല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. അപ്പോൾ ഞാനിപ്പോൾ അത് തുടർന്ന് പോരുകയാണ്. എൻ്റെ മക്കൾക്കായാലും ഹസ്ബൻഡിനായാലും ഒക്കെ ഞാനത് തുടർന്ന് പോരുന്നു. ആ സദ്യ ആണെങ്കിലും ചെറിയ രീതിയിലൊക്കെ സദ്യ എന്തായാലും ഉണ്ടാക്കും. പിന്നെ രാവിലെ ഇഡ്ഡലി സാമ്പാറും ആണെങ്കിലും ക്ഷേത്രത്തിൽ പോകലും എല്ലാം അങ്ങനെ തുടർന്ന് പോരുകയാണ് കേട്ടോ. നമ്മളുടെ മക്കളെ കാണിക്കണമല്ലോ ഇതൊക്കെ ഒന്ന്. പ്രത്യേകിച്ചും ഈ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിലൊക്കെ നിൽക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഇവർക്ക് അറിയാനാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലേ.
അപ്പോൾ സദ്യയൊക്കെ ഇവിടെ ഇതാ ഇങ്ങനെ ആയി. എല്ലാം കൂടി ഒന്നും കാണിക്കാൻ സമയമില്ല കേട്ടോ. ഇതെല്ലാം നുറുക്കിയെല്ലാം തന്നിരുന്നു. ഇവർക്കൊക്കെ ഒഴിവായതുകൊണ്ട് ഇതെല്ലാം കഷ്ണങ്ങളെല്ലാം നുറുക്കി തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ കുറച്ച് ഈസിയായി. ഉണ്ടാക്കലെല്ലാം പിന്നെ ചെയ്താൽ മതിയല്ലോ. മറ്റേത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ എല്ലാം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ വളരെ ടൈം എടുക്കും. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ തേങ്ങ ചിരകി തരാനും ഒക്കെ ഇവരെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ദാ പച്ചടി, അതുപോലെ തന്നെ പച്ചടി മാങ്ങയൊക്കെ കിട്ടിയതുകൊണ്ട് ഒരു മാങ്ങ പെരുക്ക് അല്ലെങ്കിൽ മാങ്ങ പച്ചടി എന്നൊക്കെ പറയും കേട്ടോ. സാമ്പാർ ഉണ്ടാക്കി. സാമ്പാർ പിന്നെ ഇഡ്ഡലിക്ക് ആക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഈസി ഉണ്ട്. സദ്യക്കും കൂടി സാമ്പാറാവും. പിന്നെ ക്യാബേജ് തോരനുണ്ടാക്കി, അവിയലുണ്ടാക്കി, ഓലൻ, എലിശ്ശേരി ഇതെല്ലാം ഉണ്ടാക്കി കേട്ടോ. പിന്നെ കടുമാങ്ങ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ വിധത്തിലും സദ്യയൊക്കെ കേമം തന്നെയായിരുന്നു. സദ്യ ഇനി ഉണ്ണാൻ പോവുകയാണ്. പിന്നെ പായസം ഉണ്ടാക്കി കേട്ടോ. സേമിയ പായസം ഉണ്ടാക്കി. കടുമാങ്ങ അച്ചാർ നല്ല അടിപൊളി കടുമാങ്ങ അച്ചാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഉണ്ണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയായി ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കണമെങ്കിൽ ടേബിളിലൊന്നും പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നിലത്തങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇതാ സേമിയ പായസവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സേമിയ പായസം റെഡിയായി. സദ്യ എല്ലാം വിളമ്പി ഹസ്ബൻഡിനെ ആദ്യം ഇരുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നിലത്താവുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം വിളമ്പിയതിന് ശേഷമേ ഇരിക്കാൻ പറ്റുള്ളൂ. ടേബിളിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ അത്ര കംഫർട്ടബിൾ അല്ല. അത് അപ്പം എങ്ങളുടെ മോളും വന്നിട്ടുണ്ട്. അവൾ ഉച്ചയ്ക്ക് കുറച്ച് മുന്നേ ഇവിടെ അടുത്ത് തന്നെ ആണ് വീട്. അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ അത്ര അടുത്തല്ല കേട്ടോ. അപ്പോൾ ഇന്ന് മാമയുടെ പിറന്നാളിന് ചോറുണ്ണാൻ അനഘയും കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഊണ് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പിറന്നാൾ വിശേഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ആളുകൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.